എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഒരു ആപ്പിൾ ജാം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഞാൻ ഇന്ന് സാധിക്കാൻ പോവാണ്. തുടക്കത്തിൽ തന്നെ പണി പാളി കേട്ടോ. കാരണം ഞാനതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് കഷ്ണങ്ങളാക്കി ഇട്ടതും ഉണ്ടാക്കിയതും ഒക്കെ. പക്ഷേ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയത് വേവിക്കണമല്ലോ, ഒക്കെ വേവിക്കാനുള്ള കഷ്ണങ്ങളാക്കിയപ്പോൾ മോൻ്റെ സ്കൂളിൽ നിന്ന് ബസ്സിൽ നിന്ന് കോള് വന്നു ചെന്നു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞാനത് വേവിക്കാനായിട്ട് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആപ്പിൾ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. നല്ലപോലെ മീൻസ് വെന്ത് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കണമെന്നൊന്നുമില്ല. 2-3 കഷ്ണങ്ങളൊക്കെ ആക്കി ഇട്ടാൽ മതി. ഞാൻ നല്ല ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടത്. അങ്ങനെ ആപ്പിൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് മിക്സിയിലൊക്കെ ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കി ഇട്ട് നമ്മളുടെ ഒരു അടികട്ടിയുള്ള ഒരു തവയിലേക്ക് ഇട്ടു. ഇവിടെ നങ്ങടായിരുന്നു എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. കാരണം ഇത് ഓക്കെ, അതിന് മുന്നേ ഞാനിതിൽ പഞ്ചസാരയല്ല ചേർത്തിരിക്കുന്നത് കേട്ടോ, ശർക്കരയുടെ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് നമ്മളുടെ എന്താ പറയുക കറുവപ്പട്ടയില്ലേ, പട്ടയുടെ പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി 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 എൻ്റെ പൊന്നു ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു, 25 മിനിറ്റ്സ് കഴിഞ്ഞു. എനിക്ക് ഇത് കളർ ഇങ്ങനെ ചേഞ്ചായി ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ആവുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഇതിങ്ങനെ എന്താ പറയുക ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മുടെ കയ്യിലും എൻ്റെ കിച്ചണിലും എൻ്റെ അടുപ്പിൻ്റെ മുകളിലും ഒക്കെ അങ്ങനെ പരന്ന് ലാസ്റ്റ് സംഭവം ഞാൻ അതുക്കി കൂട്ടി. സംഭവം നല്ല കിടു ടേസ്റ്റായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ആ ഒരു സിനമൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് ഉണ്ടാക്കിയപ്പോൾ തന്നെ അന്നത്തെ ഈവനിങ്ങിൽ തന്നെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. പിന്നെ കിച്ചൻ്റെ അടുപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് അതൊക്കെ ക്ലീൻ ചെയ്ത് ഏറ്റവും അവസാനം ഞാനിങ്ങനെ ബോക്സിലോട്ട് നോക്കിയപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അല്ലേ. ലാസ്റ്റ് ഒരു നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഹാപ്പിനെസ് ആണല്ലേ.